ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മീനച്ചാറാണ്, കേദറച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ കേദർ മീൻ കഷ്ണങ്ങളാക്കിയതുണ്ട്. ആദ്യം ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് മീനുകൾ ഓരോന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കേദർ മീൻ കഷ്ണങ്ങളാക്കി ഉപ്പുമുളകൊക്കെ പിടിപ്പിച്ചത് നമ്മൾ ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് പൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതോരോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ രണ്ട് ഭാഗം വെന്തിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിച്ച് മുള്ള് കളഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചിയിട്ടുണ്ട്. മുള്ളില്ലാത്ത തരം അങ്ങനെ പിച്ചി ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേമാതിരി കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വാടാനും ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം വാടിയിട്ടുണ്ട്. ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് പിച്ച് വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഇത് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം. അച്ചാറും പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക.
അടിപൊളി മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടെ സുർക്ക വറങ്ങാണ്ട് ഒരു അളക്കിലേക്ക് മാറ്റാം. വെളിച്ചക്കൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യിക്കാണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇത്രയും ചോറ് കഴിക്കാൻ കഴിയും ഈ ഒരു അച്ചാറുണ്ടായാൽ.